കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ നാട്ടിൽ നല്ല പോലെ കുടിവെള്ളക്ഷാമം ഉണ്ടായി. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ പരമൻ എന്നയാളുടെ ഒരു ഒഴിഞ്ഞ വീടും ആ പറമ്പിൽ ഒരു വലിയ കിണറുമുണ്ടായിരുന്നു. പരമൻ എന്നയാൾ മരിച്ചുപോയി. വർഷങ്ങളായി ആ വീട്ടിൽ ആരുമില്ല. കുറേ ദുർമരണം നടന്ന വീടാണത്. അതിനാൽ ആ വീട് സ്ഥലവും ആരും വാങ്ങാതെ ഇങ്ങനെ കിടപ്പാണ്. ഞങ്ങളുടെ നാട്ടിലെ മെമ്പർ രാജേട്ടൻ്റെ അടുത്ത ബന്ധുവായിരുന്നു ഈ മരിച്ചുപോയ പരമേട്ടൻ. രാജേട്ടൻ മുൻകൈയെടുത്ത് ആ കിണർ വൃത്തിയാക്കി. തൽക്കാലം ഇത് ഉപയോഗിക്കാം, നല്ല പോലെ വെള്ളമുള്ള കിണറാണിത്. ആയതിനാൽ നമുക്ക് നല്ല പണിക്കാരെ കൊണ്ടുവന്ന ശേഷം പഞ്ചായത്ത് ചെലവിൽ തന്നെ ഈ കിണർ വൃത്തിയാക്കാമെന്ന് തീരുമാനവും എടുത്തു. വയനാടുള്ള രാജേട്ടൻ്റെ ഭാര്യ വീടിനടുത്തുള്ള കുറച്ച് കിണർ പണിക്കാരെ രാജേട്ടൻ ഏർപ്പാടാക്കി കൊണ്ടുവന്നു. അവർ പണിക്കാർ 5 പേരുണ്ട്. അങ്ങനെ പണിക്കാർ വന്നു. കിണർ പണി കുറച്ച് ദിവസം വേണ്ടിവരും. കാരണം അതിൽ നല്ല പോലെ വെള്ളമുണ്ട്. അതെല്ലാം വെറ്റിക്കണം. തന്നെയുമല്ല, കുറേ വർഷങ്ങളായി ആരും തന്നെ ഈ കിണറും വെള്ളവും ഉപയോഗിക്കാതെയായിട്ട് കിണറിൻ്റെ സൈഡ് ഭിത്തിയെല്ലാം ഇടിഞ്ഞു വീണിട്ടുണ്ട്. പാതി കിണറ്റിലും കാണാം. നല്ല പോലെ ചേറുമുണ്ട്. എന്തായാലും 5-6 ദിവസത്തെ പണി ഇതിന് തന്നെ കാണും. പണിക്കാർ വന്ന് കിണറിൻ്റെ ചുറ്റിലുള്ള കാടെല്ലാം വെട്ടിത്തെളിച്ചു. പിന്നീട് മോട്ടോർ വെച്ച് വെള്ളം അടിച്ചു കളയാൻ തുടങ്ങി. പണിക്കാർക്ക് കിടക്കാൻ താമസമില്ലാതെ കിടക്കുന്ന പരമേട്ടൻ്റെ ഈ പഴയ വീട് ഞങ്ങൾ നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് വൃത്തിയാക്കി കൊടുത്തു. അങ്ങനെ പണിക്കാരന്ന് അവരുടെ പണി തുടർന്നു. അന്ന് രാത്രി പണിക്കാരുടെ വീട്ടിൽ ഒരു സംഭവം ഉണ്ടായി. മോഹൻ എന്നായിരുന്നു ആ മേസ്തിരിയുടെ പേര്. അയാളും മറ്റു പണിക്കാരും അന്ന് രാത്രി ചെറിയ കുപ്പിയെല്ലാം എടുത്ത് അവരത് കഴിച്ച് അവസാനം ഭക്ഷണമെല്ലാം കഴിച്ച് കിടക്കുന്ന നേരം സമയം ഒരു 1:30 മണിയായിട്ടുണ്ട്. പെട്ടെന്ന് കിണറ്റിലേക്ക് എന്തോ ഒന്ന് വീഴുന്ന ശബ്ദം കേട്ട് മോഹൻ എന്നയാൾ ചാടി എണീറ്റു. വീടിനോട് ചേർന്ന് തന്നെയാണ് ആ കിണർ. അത് കണ്ട് അടുത്ത വശത്ത് കിടന്നിരുന്ന ജോയ് എന്താ എന്ന് മോഹനോട് ചോദിച്ചു. കിണറ്റിൽ എന്താ വീണ ശബ്ദം കേട്ടു എന്ന് മോഹൻ ജോയിയോട് പറഞ്ഞു. അവർ പുറത്തേക്ക് ഇറങ്ങി. കിണറ്റിൽ വെള്ളമില്ലല്ലോ, പിന്നെ എങ്ങനെ? നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞ് അവർ ഇരുവരും ആ കിണറിനടുത്തെത്തി. എന്നിട്ട് ഇവർ 2 പേരും ചെന്ന് കിണറ്റിലേക്ക് നോക്കി. കിണറ്റിൽ വെള്ളമില്ല. എന്നാൽ മോട്ടോർ കിണറ്റിൽ വീണിരിക്കുന്നു. അതും ആ വലിയ മോട്ടോർ അങ്ങനെ വീഴാൻ സാധ്യതയില്ല. ആർക്കും എടുത്ത് കിണറ്റിലിടാനും പറ്റില്ല. എന്നിട്ടിത് എങ്ങനെ സംഭവിച്ചു? ഇവർക്കൊരു പിടുത്തവും കിട്ടിയില്ല. എന്നാലും വെള്ളമില്ലാത്ത ഈ കിണറ്റിൽ വെള്ളത്തിൽ വീണ പോലെ ഒരു ശബ്ദം എങ്ങനെ കേട്ടു? മോഹൻ ജോയിയോട് ചോദിച്ചു. ആ, അതെന്തേലും ആവട്ടെ, വാ കിടക്കാം. എന്തായാലും നാളെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുവരും അകത്ത് കയറി കിടന്നു. അങ്ങനെ പിറ്റേ ദിവസം കാലത്തെല്ലാവരും ചേർന്ന് മോട്ടോർ കിണറ്റിൽ നിന്ന് വലിച്ചു കയറ്റുന്ന നേരം കിണറിൻ്റെ പൊളിഞ്ഞ ആ ഭിത്തിയിൽ നിന്നും ഒരു കല്ല് ഇളകി വീണു. അത് ജോയിയുടെ കാലിലേക്കായിരുന്നു. വേഗം തന്നെ എല്ലാവരും ചേർന്ന് അയാളെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോയി. ഭാഗ്യത്തിന് ഒടിവൊന്നും ഉണ്ടായില്ല. ചെറിയൊരു നീരും അല്പം മുറിഞ്ഞിട്ടുമുണ്ട്, ചതവുമുണ്ട്. എങ്കിലും ജോയിക്ക് അതൊരു വിഷയമല്ലാത്ത മട്ടാണ്. അന്ന് തന്നെ അവർ ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ചു പോന്നു. അന്ന് രാത്രി എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുന്ന നേരം 2 പേരുടെ പാത്രത്തിൽ നിന്നും സ്ത്രീകളുടെ കൂട്ട് നീളമുള്ള മുടി 2 പേരുടെയും ചോറിൽ നിന്നും കിട്ടി. വെച്ചുണ്ടാക്കുന്നത് മോഹനും ജോയിയുമാണ്. എന്നാൽ ജോയിക്ക് കാലിന് വേയാത്തോണ്ട് മോഹനാണ് ഭക്ഷണമെല്ലാം വെച്ചുണ്ടാക്കുന്നത്. എന്നിട്ട് എങ്ങനെ ഈ നീളത്തിലുള്ള മുടി അതും ഈ ചോറിൽ വന്നു? എന്തേലും ആവട്ടെ എന്ന് പറഞ്ഞ് അവരക്കാര്യം വിട്ടു. അന്ന് രാത്രി എല്ലാവരും നല്ല ഉറക്കമാണ്. ജോയി മോഹൻ മേസ്ത്രിയെ തട്ടി വിളിച്ചു. അയാൾ കണ്ണു തുറന്ന ശേഷം എന്താ എന്ന് ചോദിച്ചു. ഇനി ജോയിക്ക് കാലിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്ന ഭാവത്തിൽ അന്നേരം ജോയി പുറത്തേക്കൊന്ന് കാതു കൂർപ്പിക്കാൻ മോഹനോട് പറഞ്ഞു. കിണറിൻ്റെ തുടി വെള്ളം കോരുമ്പോൾ ഉയർന്ന കൂട്ട് ശബ്ദം മോഹൻ കേട്ടു. ഇതാരാ ഈ പാതിരാത്രി വെള്ളം കോരണേ എന്ന്. ഇരുവരും പതിയെ ആ ജനൽ ഭാഗത്തേക്ക് ചെന്നു. എന്നിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് നോക്കി. അന്നേരം ഒരു പെണ്ണ് ആ കിണറ്റിൻകരയിൽ നിന്ന് വെള്ളം കോരുന്നത് ഇവർ കണ്ടു. ഇതാരാ ഈ പാതിരാത്രി വന്ന് വെള്ളം കോരുന്നത് എന്നായി ഇവരുടെ ചിന്ത. ജോയി അത് കണ്ട് മോഹനോട് ചോദിച്ചു, നമുക്കൊന്ന് പോയി ചോദിച്ചാലോ എന്ന്. മോഹൻ മേസ്ത്രി, എടാ, ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇതൊരു മനുഷ്യനല്ല. അത് കേട്ടതും ജോയി എന്ന് പറഞ്ഞ് മേസ്ത്രിയുടെ ദേഹത്തേക്ക് പിടിച്ചു. അതെ, ഇവിടെ ചില പ്രശ്നങ്ങളുണ്ടെന്ന് രാജൻ എന്നോട് പറഞ്ഞിരുന്നു. എനിക്ക് അന്ന് മോട്ടോർ കിണറ്റിൽ വീണ അന്ന് തന്നെ എനിക്കത് മനസ്സിലായി. അന്ന് നിങ്ങളൊക്കെ അങ്ങോട്ട് മാറിയപ്പോൾ ഞാൻ കിണറ്റിലിറങ്ങി മോട്ടോറിൽ കയറ് കെട്ടാൻ ഇറങ്ങിയ നേരം ഞാൻ കിണറ്റിലിറങ്ങി മേലോട്ട് നോക്കിയപ്പോൾ മേലെ നിന്ന് ഒരു പെണ്ണ് എന്നെ താഴേക്ക് നോക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ വേഗം തന്നെ കയറി വന്നു.
അന്നേരം നിങ്ങളല്ലാതെ ഇവിടെ മറ്റേ ആരും ഞാൻ കണ്ടില്ല. അതിനുശേഷമല്ലേ നിന്റെ കാലിൽ കല്ല് വീണത്? മേസ്തിരി പറഞ്ഞത് കേട്ട് ജോയ് ഞെട്ടി. എന്നാൽ നമുക്കിനി ഇവിടെ നിൽക്കണ്ട, നമുക്ക് ഇവിടെ നിന്ന് പോകാം. എന്തായാലും നേരം വെളുക്കട്ടെ, ബാക്കി നമുക്ക് അപ്പോൾ ആലോചിക്കാമെന്ന് മേസ്തിരി പറഞ്ഞു. അങ്ങനെ നിൽക്കവേ പെട്ടെന്ന് ആ രൂപത്തെ അവിടെ കാണാതായി. ഇരുവരും രാത്രി ഉറങ്ങിയില്ല. ബാക്കി അവിടെ ഇരുന്ന മദ്യം അവർ അടുക്കളയിൽ പോയിരുന്ന് ഒഴിച്ചു കുടിക്കുന്ന നേരം പെട്ടെന്നൊരു അലർച്ച കേട്ട് ഇരുവരും ഞെട്ടി. ഹാളിലാണ് എല്ലാവരും കിടക്കാറ്. അവിടെ നിന്നാണ് കരച്ചിൽ കേട്ടത്. അവർ അങ്ങോട്ട് ചെന്നു. സന്തോഷ് എന്നയാള് പേടിച്ച് വിറച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബാക്കി രണ്ടുപേർ അവനോട് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ജോയ് മേസ്തിരിയും അവിടെ എത്തി. എന്തു പറ്റി ഇവരോട് ചോദിച്ചു. അപ്പോൾ സന്തോഷ് പറഞ്ഞു, തന്നെ ആരോ കഴുത്തിൽ പിടിച്ച് ഞെക്കിയതുപോലെ തോന്നി. ശേഷം കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഒരു പെണ്ണ് അയാളുടെ അരികിലിരുന്ന് അയാളെ തുറച്ചു നോക്കുകയായിരുന്നുവെന്ന്. അത് കേട്ടതും ഇവർക്ക് ഭയം കൂടി. പിറ്റേന്ന് തന്നെ മെമ്പറായ രാജനെ ഇവർ വിളിച്ചു വരുത്തി. നടന്ന കാര്യം അയാളോട് പറഞ്ഞു. അന്ന് ഉച്ചയോടെ തന്നെ അവർ ഇവിടെ നിന്നും അവരുടെ നാട്ടിലേക്ക് മടങ്ങി. 2002 തൻ്റെ നാട്ടിൽ പണിക്ക് വന്ന കുറച്ച് കിണർ പണിക്കാരുടെ അനുഭവമാണിതെന്നാണ് ബെന്നി എന്ന സുഹൃത്ത് നമ്മളോട് പറഞ്ഞത്. ഈ അനുഭവകഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്തൊരു നല്ല കഥയുമായി നമുക്ക് വീണ്ടും കാണാം. സീ യു സൂൺ.